ഹലോ ഗൈസ്, ജയഫോട്ടെക്കിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാ ദിവസവും പോലെ നിങ്ങൾ തമിഴിൽ കാണുന്ന പോലെ തന്നെ ഇന്ന് യൂട്യൂബിൽ നമുക്ക് ചെയ്തു വെക്കേണ്ടതായിട്ടുള്ള 5 പ്രധാനപ്പെട്ട സെറ്റിങ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തിനും നമ്മുടെ ചാനലിൻ്റെ മുന്നോട്ടുള്ള പോക്കിനൊക്കെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സെറ്റിങ്സ്. ഒരുപാട് പേര് എന്നെ വിളിച്ച് ചോദിക്കുന്ന കാര്യമാണ്. കാരണം അവർ നല്ല രീതിയിൽ വീഡിയോ ചെയ്ത് പോകുന്ന സമയത്ത് പെട്ടെന്ന് അവരുടെ ചാനലിലെ വീഡിയോ, അതായത് ചാനലിൻ്റെ എന്താ പറയുക, ഗ്രോത്ത് നിന്ന് പോകുന്ന സമയത്ത് അവരെന്നെ കോൺടാക്ട് ചെയ്യും. ചേട്ടാ, ഞാൻ ഇങ്ങനെ കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ചാനൽ നടത്തിയിട്ടുണ്ട്, നമ്മുടെ ചാനലിലെ സെറ്റിങ്സ് ഒന്ന് കയറി ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചെക്കിങ്ങിന് വേണ്ടി എൻ്റെ അടുത്ത് ഒരുപാട് പേര് വരലുണ്ട്. എന്നിട്ട് പറയും, ചേട്ടാ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി, എൻ്റെ സെറ്റിങ്സ് എല്ലാം കറക്റ്റ് ആണോ, ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ, ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ നമ്മളടുത്ത് വരുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മുടെ പുതിയ യൂട്യൂബേഴ്സിന് എല്ലാവർക്കും അറിയാം, നമ്മുടെ ചാനലിലെ സെറ്റിങ്സ് എന്നുള്ളത് നമ്മുടെ ചാനലിലെ ഗ്രോത്തിനും വ്യൂവേഴ്സ് വരാനുള്ളതും അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് വരാനുള്ള എല്ലാത്തിനും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സെറ്റിങ്സ് എന്നുള്ളത്. അപ്പോൾ പല ടൈപ്പിലുള്ള സെറ്റിങ്സിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറൊരു സെറ്റിങ്സിനെ കുറിച്ച്. 5 സെറ്റിങ്സ് ആണ് നമ്മുടെ ചാനലിൽ മെയിനായിട്ട് നമ്മൾ ചെയ്ത് വെക്കേണ്ട സെറ്റിങ്സ് ആണ്. ഈ സെറ്റിങ്സ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിലെ വ്യൂവേഴ്സിനെയും നമുക്ക് വരുന്ന സബ്സ്ക്രൈബേഴ്സിനെയും ഒക്കെ ബാധിക്കുന്ന സെറ്റിങ്സ് ആണ്. പിന്നെ നമ്മുടെ ഒരു ഐഡന്റിറ്റി, നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ചാനൽ സെർച്ചിങ്ങിൽ വരാൻ വേണ്ടി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ള ഒരു സെറ്റിങ്സ് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് 5 എണ്ണം. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഒന്നാമത്തെ കാര്യം, അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ ഞാൻ എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ നമ്മുടെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സ്ക്രീൻ റെക്കോർഡിംഗ് സഹിതം മെല്ലെ സ്പീഡൊന്നും ഇല്ലാണ്ട് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഏതൊരാൾക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ സ്വന്തം ക്രോമിൽ കയറി ചെയ്യാൻ പറ്റുന്ന സെറ്റിങ്സുകളാണ് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ എന്താ, നമുക്ക് നേരെ പോവാം. അപ്പോൾ ആദ്യത്തെ തന്നെയുള്ള സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ കാറ്റഗറി ആയിട്ട് ബന്ധപ്പെട്ട സെറ്റിങ്സ് ആണ്. നമ്മൾ ചാനലിൻ്റെ കാറ്റഗറി നമ്മൾ എല്ലാവരും ചെയ്ത് വെക്കേണ്ട ഒരു സംഭവമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പല ടൈപ്പ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെ ചാനലിൻ്റെ കാറ്റഗറി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ചാനലിൻ്റെ കാറ്റഗറി സെലക്ട് ചെയ്ത് വെച്ചിട്ടില്ല, യൂട്യൂബ് തോന്നുന്നത് ആക്കി വിടും. അപ്പോൾ അങ്ങനെ വിട്ട് കഴിഞ്ഞാൽ തോന്നുന്നവർക്കാണ് പോവുക. അതായത് നമ്മുടെ വീഡിയോൻ്റെ റെക്കമെൻഡേഷൻ പോകുന്നത് പല ആൾക്കാർക്ക് പോകും. അവർ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കായിരിക്കില്ല പോകുന്നത്, നമ്മുടെ കാറ്റഗറി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പോകണം. നമ്മുടെ വീഡിയോൻ്റെ റെക്കമെൻഡേഷൻ നോട്ടിഫിക്കേഷൻ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കാറ്റഗറി സെലക്ട് ചെയ്ത് വെച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ചാനലിൽ കൂടുതൽ വ്യൂവേഴ്സ് വരുള്ളൂ, കൂടുതൽ ഇംപ്രഷൻ ക്ലിക്ക് വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയുള്ള സെറ്റിങ്സ് ആണ് ആദ്യത്തെ സെറ്റിങ്സ്. നമുക്ക് നോക്കാം. നമുക്കറിയാം, യൂട്യൂബ് സ്റ്റുഡിയോ ക്രോം ബ്രൗസറിലാണ് ആദ്യം ഓപ്പൺ ആക്കേണ്ടത്. അതാണ് എല്ലാവർക്കും, ചില ആൾക്കാർക്ക്, വയസ്സുള്ള ആൾക്കാർക്ക് അറിയാത്തൊരു കാര്യമാണ്. സംഭവം സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ചില ആൾക്കാർ സംശയം നോക്കി എങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾ നേരെ ക്രോം ബ്രൗസർ ഇതുപോലെ ഓപ്പൺ ആക്കിയ ശേഷം ഇവിടെ സെർച്ച് ഉണ്ട്, സെർച്ച് എന്നുള്ള ഓപ്ഷൻ കാണാം. ഇവിടെ സെർച്ചിൻ്റെ അടുത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് യൂട്യൂബ് സ്റ്റുഡിയോ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ അടിയിൽ ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. കണ്ടോ, ഇവിടെ ലോഗിൻ, ഇവിടെ അടിയിൽ കാണാൻ ലോഗിൻ ഉണ്ടോ, ഈ ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ആ ലോഗിൻ്റെ അകത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്യുമ്പം നമ്മൾ നേരെ വേറെ ഒന്നും ചെയ്യേണ്ട, ഇത്രയും ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിലോട്ട് ഓപ്പൺ ആക്കി വെക്കാൻ വേണ്ടി നമുക്ക് ഏത് ചാനലാണോ നമുക്ക് സെറ്റിങ്സ് ചെയ്യേണ്ടത്, നമുക്ക് ക്രോമിൽ ഓപ്പൺ ആക്കേണ്ട ആ ചാനൽ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ജസ്റ്റ് സൈൻ ഇൻ ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ ചെയ്ത് നമുക്ക് നമ്മുടെ ക്രോം ബ്രൗസറിൽ ഓപ്പൺ ആക്കിയിട്ട് നമുക്ക് ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ജയഫോട്ടെക് ചാനലിൽ തന്നെയാണ്, വേറൊരു ചാനലിൻ്റെ അല്ല. ജയഫോട്ടെക് ചാനലിൻ്റെ തന്നെ ഇതാണ് നമുക്കിവിടെ ഓപ്പൺ ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സെറ്റിങ്സ് കാറ്റഗറി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം നമ്മൾ ഡിഫോൾട്ടായിട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മുടെ ചാനലിൽ കയറി ചെയ്യേണ്ട കാര്യമില്ല, മറന്നുപോയി എന്നുള്ളൊരു പ്രശ്നം വേണ്ട. നമ്മൾ സെറ്റിങ്സ് അടിയിൽ ഏറ്റവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിൻ്റെയൊക്കെ ഇവിടെ ഇത് നമ്മുടെ ചാനലിൻ്റെ ഏറ്റവും അടിയിലായിട്ട് സെറ്റിങ്സ് എന്ന ഓപ്ഷൻ കാണാം. സെറ്റിങ്സ് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ, സെറ്റിങ്സ് എന്ന് വെച്ചാൽ ഒരു സെറ്റിങ്സിൻ്റെ ചിഹ്നം കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും അടിയിലായിട്ട് നമ്മൾ കാണുന്നത് എന്താ പറയുക, ജനറലുണ്ട്, ചാനലിൻ്റെ അപ്ലോഡ് ഡിഫൈൽസ് എന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ അപ്ലോഡ് ആദ്യത്തെ സെറ്റിങ്സ് കാറ്റഗറി നമുക്ക് നോക്കുന്നത് ജനറലും കഴിഞ്ഞ് ചാനലും കഴിഞ്ഞ് അടിയിലായിട്ട് ഇവിടെ അപ്ലോഡ് ഡിഫാൾട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. കണ്ടോ, ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാം. കണ്ടോ, നമ്മുടെ കാറ്റഗറി സെലക്ട് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ടാവും. ഇവിടെ അതിൻ്റെ അകത്ത് അഡ്വാൻസ്ഡ് സെറ്റിങ്സ് ഉണ്ടോ, അതിൻ്റെ അകത്ത് അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്നുള്ള മേലെ സെലക്ട് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം നിങ്ങളുടെ കാറ്റഗറി ഏതാണോ, ഇവിടെ കാറ്റഗറി എന്നുള്ള ഓപ്ഷൻ കാണാം. ഇതുണ്ടോ, ഇവിടെ കാറ്റഗറി എന്നുള്ള ഓപ്ഷൻ കാണാം. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് ഒരുപാട് കാറ്റഗറി, ഇത് നമ്മൾ എന്താ പറയുക, നമ്മുടെ സ്റ്റുഡിയോയിൽ പോയിട്ട് എല്ലാ പ്രാവശ്യവും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ചെയ്ത് വെക്കണം. ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഓൾറെഡി നമുക്ക് പ്രത്യേകിച്ച് പിന്നെ എപ്പോഴും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ കാറ്റഗറി സെലക്ട് ചെയ്യുക. അപ്പോൾ ഒരുപാട് കാറ്റഗറി ഇവിടെ കാണാം.
ഓട്ടോ വെഹിക്കിൾസ്, കോമഡി, എഡ്യൂക്കേഷൻ, എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ ചില ആൾക്കാർക്ക് ഉള്ള ഡൗട്ടാണ് അവരുടെ കാറ്റഗറി അവർക്ക് നോക്കിയിട്ട് ഇവിടെ കാണുന്നില്ല. ഇവിടെ ഒരു കാറ്റഗറി നോക്കിയിട്ട് കാണാത്ത ആൾക്കാർ ചെയ്യേണ്ട കാര്യം, അതായത് പൊതുവേ ഉള്ള എല്ലാവരും കൊടുക്കുന്നൊരു കാറ്റഗറിയാണ് പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ് എന്നുള്ള കാറ്റഗറി. ഓക്കെ, ഇതാണ് പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ്. ഈ പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ് കാറ്റഗറിയാണ് പൊതുവേ പ്രത്യേകിച്ച് ഒരു കാറ്റഗറി കിട്ടാത്ത ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയൊരു കാറ്റഗറിയാണ് പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ്. ഓക്കെ, ആ പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ് അപ്പോൾ നമ്മുടെ ചാനൽ ഒരു എഡ്യൂക്കേഷൻ ചാനലായതുകൊണ്ട് നമ്മൾ എഡ്യൂക്കേഷൻ കാറ്റഗറിയാണ് കൊടുത്തേക്കുന്നത്. കണ്ടോ, ഞാനിവിടെ എഡ്യൂക്കേഷൻ കാറ്റഗറിയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് കാറ്റഗറി സെറ്റിങ്സ്. എന്നിട്ട് നമ്മൾ സേവ് ചെയ്യുക. ഓക്കെ, ഇവിടെ അടി സേവ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഇതുണ്ടോ, ഇവിടെ അടിയിൽ സേവ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഈ സേവ് അടിച്ച് കഴിഞ്ഞാൽ എന്തായി, നമ്മുടെ കാറ്റഗറി സെലക്ട് ആയി. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്തതായിട്ട് നിർബന്ധമായിട്ട് ചെയ്തു വെക്കേണ്ട ഒരു സെറ്റിങ്സ് ആണ് ചാനൽ കീവേഡ്സ് എന്നുള്ളത്. നിങ്ങളെല്ലാവരും എന്താ പറയുക, ഒരുപാട് പേര് ചാനൽ കീവേഡ്സ്, പക്ഷെ എങ്ങനെയാണ് ചാനൽ കീവേഡ്സ് കൊടുക്കുന്നത്, എന്താണ് കറക്റ്റ് ചാനൽ കീവേഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ കയറി ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചാനൽ കീവേഡ്സ് എല്ലാവരും നിർബന്ധമായിട്ട് കൊടുത്തിരിക്കേണ്ട ഒരു സാധനമാണ്. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിലുള്ള കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒന്നും വേണ്ടെന്നാണ്. പക്ഷേ ചാനൽ കീവേഡ്സ് കൊടുക്കുന്നത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു കാര്യം നമ്മൾ കൊടുത്തിട്ട് നമ്മുടെ ചാനൽ ആൾക്കാർ സെർച്ച് ചെയ്യുമ്പോഴും നമ്മുടെ വീഡിയോസിൻ്റെ ആ ഒരു സെർച്ചിങ്ങിലൊന്നും കിട്ടുന്ന ഒരു സംഭവമല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചാനലിൻ്റെ കീവേഡ്സ്, നമ്മളെല്ലാവരും വീഡിയോയിൽ ബന്ധപ്പെട്ട കീവേഡ്സ് എല്ലാം കൊടുക്കുന്ന ആൾക്കാരാണ്, വീഡിയോ അപ്ലോഡ് ചെയ്യും. പക്ഷേ അതുപോലെ നമുക്ക് ചാനലിലും കീവേഡ്സ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ചെക്ക് ചെയ്യാം. ഗൈസ്, നമുക്ക് ഇനി അടുത്തതായിട്ട് നമ്മൾ വരുന്ന സെറ്റിങ്സ് നമ്മുടെ ചാനൽ കീവേഡ്സ് ആണ്. അല്ല, കീവേഡ്സ് എവിടെയാണ് നമ്മൾ കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ജനറൽ എന്ന് കാണാം. നമ്മുടെ നേരത്തെ എടുത്ത സെറ്റിങ്സ് തന്നെ അതിൻ്റെ അടി തൊട്ടടിയിൽ ചാനൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ആ ചാനലിൻ്റെ അടിയിൽ തന്നെ നിങ്ങൾക്ക് കാണാം. കണ്ടോ, ഇവിടെ നമ്മൾ കീവേഡ്സ് കൊടുത്തു വിട്ടിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ എങ്ങനെയാണോ സെർച്ചിങ്ങിൽ വരുന്നത് ആ ഒരു സംഭവമാണ് നമ്മളിവിടെ കീവേഡ്സ് ആയി കൊടുത്തേക്കുന്നത്. ഞാനിവിടെ കീവേഡ്സ് ആയി കൊടുത്തിട്ടുണ്ട് കുറേ സംഭവങ്ങൾ. അധികമൊന്നും കൊടുക്കണ്ട, ഒരു 5-6 കീവേഡ്സ് കൊടുത്താൽ ഞാനിവിടെ അത്രേ കൊടുത്തുള്ളൂ. അധികം നിരത്തി കൊടുക്കാൻ പറ്റും. നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട യൂട്യൂബ് ടിപ്സ്, മലയാളം യൂട്യൂബ് ടിപ്സ്, മലയാളം ജെഫോടെക്, നമ്മുടെ ചാനലിൻ്റെ പേര് ജെഫോടെക് മോണിറ്റൈസേഷൻ, ഇങ്ങനെയൊക്കെ ഒരുപാട് രീതിയിൽ ആൾക്കാർ സെർച്ച് ചെയ്യും നമ്മുടെ ചാനൽ ജെഫോടെക് മലയാളം. അപ്പോൾ ഇതൊക്കെ സെർച്ചിങ്ങിൽ വരുന്ന കീവേഡ്സുകളാണ്. ഇതുപോലെ നിർബന്ധമായിട്ട് നിങ്ങളുടെ ചാനലുമായി ബന്ധപ്പെട്ട, നിങ്ങളുടെ എന്താണോ കുക്കിംഗ് ചാനലാണോ, നിങ്ങൾ എന്ത് ചാനലാണോ ആ ചാനലുമായിട്ട് നിങ്ങളുടെ ചാനലിൻ്റെ പേര് എഴുതുക. നിങ്ങളുടെ ചാനൽ എന്തൊക്കെ രീതിയിൽ സെർച്ചിങ്ങിൽ വരാം, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളിവിടെ എന്ത് ചെയ്യണം, നിങ്ങളുടെ കീവേഡ്സ് ആയി കൊടുത്തിരിക്കണം. നമ്മൾ നമ്മുടെ ചാനലിനകത്ത് ഇതേപോലെ തന്നെ കീവേഡ്സ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ട് ചെയ്തു വെക്കേണ്ട സെറ്റിങ്സ് ആണ് ഈ ചാനലിലെ കീവേഡ്സ്. ഓക്കെ, നമുക്ക് എല്ലാ സാധാരണക്കാർക്കും മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ സെറ്റിങ്സ് എടുക്കുക, സെറ്റിങ്സിൻ്റെ അകത്ത് ചാനൽ എന്ന ഓപ്ഷൻ എടുക്കുക. ചാനൽ എടുത്തതിന് ശേഷം അവിടെ ബേസിക് ഇൻഫോം എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ചാനലിലെ കീവേഡ്സ് കൊടുക്കാനാവും. ഈ സെറ്റിങ്സ് നിങ്ങൾ നിർബന്ധമായിട്ട്. ഗൈസ്, അടുത്തതായിട്ട് നമുക്ക് വരുന്ന സെറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ ഗൈഡ് ലൈൻസുമായിട്ട് വരുന്ന സെറ്റിങ്സ് ആണ്. അതായത് നിങ്ങൾക്കറിയാം, യൂട്യൂബ് ചാനലിൽ ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട്. നിങ്ങൾക്കറിയാം, ആ ഗൈഡ് ലൈൻസ് ഒക്കെ ലംഘിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനലിന് ഗൈഡ് ലൈൻസ് നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ലംഘിച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റി സ്ട്രൈക്ക്, നമ്മുടെ ചാനൽ ചിലപ്പോൾ ഡിലീറ്റ് ആയി പോയത്, അങ്ങനെ ഒരുപാട് ഗൈഡ് ലൈൻസ് യൂട്യൂബിലുണ്ട്. അതേപോലെ തന്നെ നമുക്കും നമ്മുടെ ചാനലിന് കുറച്ച് ഗൈഡ് ലൈൻസ് വെക്കാനാവും. അതായത് നമ്മുടെ ചാനലിന് നമ്മൾ സ്വന്തം നമുക്ക് വെക്കാൻ പറ്റുന്ന കുറച്ച് ഗൈഡ് ലൈൻസ് ആണ്. അതെങ്ങനെ വെക്കാന്നുള്ളതാണ് അടുത്തായിട്ട് കാണിക്കുന്നത്. ഇത് വെച്ചിരിക്കണം, കാരണം നമ്മുടെ ചാനലിൽ വന്നിട്ട് സ്പാം കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരും നമ്മുടെ അതുമായി ബന്ധപ്പെട്ട ചെയ്യുന്ന ഒരുപാട് തെറ്റുകുറ്റങ്ങൾ വന്നിട്ട് തെറ്റായ രീതിയിലുള്ള കമൻറ്റുകളൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇത് കാണും. നമ്മൾ ഈ ഒരു സെറ്റിങ്സ് ചെയ്യുന്ന വഴി ഇത് കാണുകയും ഇതിൽ നിന്ന് പിന്തിരിയാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്ത് വെക്കുന്ന സെറ്റിങ്സ് ആണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഗൈസ്, അതിനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ നേരത്തെ എടുത്ത അതേ സെറ്റിങ്സിൻ്റെ ആ ഒരു പേജിൽ തന്നെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ നമ്മൾ നേരത്തെ ചാനൽ എടുത്തു, അപ്ലോഡ് ഡിഫോൾട്ട് എടുത്തു, അതിൻ്റെ ഒക്കെ അടിയിലായിട്ട് നിങ്ങൾക്ക് കാണാം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ് അവിടെ. കമ്മ്യൂണിറ്റി കണ്ടോ, ഈ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഏറ്റവും അടിയിലായിട്ട് നിങ്ങൾക്ക് കാണാം കമ്മ്യൂണിറ്റി. ചാനൽ ഗൈഡൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. ഇവിടെ കണ്ടോ, ഏറ്റവും അടിയിൽ മേലെ കാണാം ഓട്ടോമാറ്റിക് ഫിൽറ്റേഴ്സ് ഡിഫോൾട്ട്, എന്നിട്ട് ചാനൽ ഗൈഡൻസ് എന്ന ഓപ്ഷൻ കാണാം. ഇവിടെ നമുക്ക് വെൽക്കം പീപ്പിൾ ടു യുവർ ചാനൽ ആൻഡ് ഇൻവൈറ്റ് ദം ജോയിൻ ദ കോൺവെർസേഷൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ തൊട്ടടിയിലായിട്ട് നിങ്ങൾക്ക് കാണാം യുവർ ഗൈഡ് ലൈൻസ്. നിങ്ങൾക്കിവിടെ കാണാം കേട്ടോ, യുവർ ഗൈഡ് ലൈൻസ്. എന്താണ് നിങ്ങളുടെ ചാനലിൻ്റെ ഗൈഡ് ലൈൻസ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ഇവിടെ അടിയിലായിട്ട് കുറേ ഓപ്ഷൻ കൊടുക്കും. നമുക്ക് 3 ഗൈഡ് ലൈൻസ് ആണ് ഇവിടെ കൊടുക്കാൻ പറ്റുന്നത്. റൈറ്റ് എ ഗൈഡ് ലൈൻസ് ഫോർ പീപ്പിൾ ഫോളോ വെൻ പോസ്റ്റിംഗ് കമൻറ്റ് ഓർ ലൈവ് ചാറ്റിലും ഈ ഒരു കമൻറ്റ് ചെയ്യുന്ന സമയത്തൊക്കെയാണ് ആൾക്കാരെ ബോധവാന്മാരാക്കാൻ, നമ്മുടെ ചാനലിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്താണോ അത് കൊടുക്കാൻ വേണ്ടിയാണ്. ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻ വന്നിട്ടുണ്ട്. ബി സിവിൽ ആൻഡ് റെസ്പെക്റ്റ്ഫുൾ. ഓക്കെ, അപ്പോൾ ഒന്നാമത് നമ്മൾ കൊടുത്തു ബി സിവിൽ ആൻഡ് റെസ്പെക്റ്റ്ഫുൾ. നമ്മൾ അതായത് സിവിൽ ആൻഡ് റെസ്പെക്റ്റ്ഫുൾ ആയിരിക്കണം.
അപ്പോൾ എന്താ ടോപ്പിക്ക് നോൺ പ്രൊമോഷൻ ആൻഡ് സ്പാം ഉണ്ടോ, നോ സെൽഫ് പ്രൊമോഷൻ ആൻഡ് ഓർ സ്പാം കമൻറ്റുകൾ ചെയ്യാൻ പാടില്ല. അതായത് സെൽഫ് പ്രൊമോഷൻ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ചാനലിനകത്ത് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. യൂട്യൂബ് തന്നെ ഇവിടെ കൊടുത്തേക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ ഒരു സംഭവം ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പാം കമൻറ്റുകൾ ചെയ്യാൻ പാടുണ്ടോ ഇല്ലയോ എന്ന് യൂട്യൂബ് തന്നെ ഇവിടെ കൊടുത്തേക്കുവാണ്, നമ്മൾ പറയുന്ന കാര്യമല്ല. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല. പിന്നെ ഇവിടെ എന്താ പറയുക, അടിയിൽ ചലഞ്ച് ദ ആർഗ്യുമെൻറ്റ് നോട്ട് ദ പേഴ്സൺ, ഒരു പേഴ്സണെ എന്താ പറയുക ത്രെട്ടൻ ചെയ്യുന്ന രീതിയിലുള്ള കമൻറ്റുകളൊന്നും ചെയ്യാൻ പാടില്ല. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക, ഇത് ഞാൻ കൊടുക്കുന്ന കാര്യമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ സേവ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അത് സേവ് ആയിട്ടുണ്ട്. ഇതും നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തു വെക്കുക. അടുത്തതായിട്ട് വരുന്ന സെറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഏറ്റവും അർജന്റ് ആയിട്ടുള്ള സെറ്റിങ്സ് ആണ്. കാരണം നമ്മുടെ ആൾക്കാർ നമ്മുടെ ചാനൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് ചെയ്ത് കിട്ടണമെന്ന് നിങ്ങൾക്ക് അറിയാം. നമ്മളൊരു ഹാൻഡിൽ നെയിം നമ്മൾ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരിക്കണം. ആ ഹാൻഡിൽ നെയിം നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ ആൾക്കാരെ സെർച്ച് ചെയ്യുമ്പോൾ യൂട്യൂബ് തോന്നുന്ന ഹാൻഡിൽ നെയിം കൊടുക്കും. അതായത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ യൂട്യൂബ് തോന്നുന്ന കാര്യം എന്താ ചെയ്തു വെക്കും. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ചാനലിൽ നിന്നും സെർച്ചിങ്ങിൽ കിട്ടില്ല. ആൾക്കാർ നമ്മുടെ ചാനൽ വെറുതെ കിടന്ന് സെർച്ച് ചെയ്യും, ഒരു രീതിയിലും സെർച്ചിങ് കിട്ടില്ല. അപ്പം അതിനുവേണ്ടി നമ്മൾ കൊടുക്കേണ്ടതാണ് നമ്മുടെ ഹാൻഡിൽ നെയിം. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് എങ്ങനെയാണ് ഹാൻഡിൽ നെയിം, നിങ്ങൾ പോയി ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ കൊടുത്ത ഹാൻഡിൽ നെയിം ഈ വീഡിയോ കണ്ടതിന് ശേഷം ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾ കൊടുത്തേക്കുന്ന ഹാൻഡിൽ നെയിം കറക്റ്റ് ആണോ, ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ, ഇതൊക്കെ പോയി ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഹാൻഡിൽ നെയിം കൊടുക്കുന്നത് നോക്കാം. ഗൈസ്, അടുത്തായിട്ടുള്ള നമ്മുടെ സെറ്റിങ്സ് നമുക്ക് യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ പോയി ചെയ്യാൻ പറ്റും. നമ്മൾ നേരെ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾക്ക് അറിയാം, നമ്മുടെ അടിയിൽ യു എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം, നമ്മുടെ ഫോട്ടോ കാണുന്നത്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മുടെ യുവർ ചാനൽ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഓക്കെ, യുവർ ചാനൽ എടുക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ യൂട്യൂബിൻ്റെ അകത്ത് യുവർ ചാനൽ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം, നമുക്കിവിടെ ഒരു പെൻസിലിൻ്റെ ചിഹ്നം കാണാം. നമ്മുടെ ചാനൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ്. അവിടെ ഒരു പെൻസിൽ ചിഹ്നം കാണാം. ഈ പെൻസിലിൻ്റെ ചിഹ്നം നമ്മൾ ഞെക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഹാൻഡിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ സെർച്ചിങ്ങിൽ വരാൻ വേണ്ടി J4 Tech 312 എന്നുള്ള ഓപ്ഷൻ ഇവിടെ അടിച്ചിട്ടുണ്ട്. കണ്ടത് കണ്ടോ. അപ്പോൾ ഇതാണ് ഹാൻഡിൽ. ഇവിടെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ ഹാൻഡിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഇവിടെ ഹാൻഡിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതിന് ഇവിടെ ഒരു ഇത് വേറൊന്നുണ്ട്. ചില ആൾക്കാരുടെ സംശയമാണ്, ഈ ഹാൻഡിൽ ചേഞ്ച് ചെയ്യൽ ചേട്ടാ ഒരു കൊല്ലത്തിൽ എത്ര പ്രാവശ്യം ചേഞ്ച് ചെയ്യുക, ഇതെങ്ങനെയാണ് ചേഞ്ച് ചെയ്തിട്ട് ഒരു പ്രാവശ്യം ചേഞ്ച് ചെയ്താൽ പിന്നെ മാറ്റാനാവും എന്നുള്ള സംശയമാണ്. അപ്പോൾ ഇവിടെ അതിനുള്ള സംശയം ഇവിടെ എഴുതിയിട്ടുണ്ട് യൂട്യൂബ്. യു ക്യാൻ ചേഞ്ച് യുവർ ഹാൻഡിൽ ബാക്ക് വിത്തിൻ 40 days. 14 ദിവസത്തിലൊന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഹാൻഡിൽ നെയിം വേണേൽ ചേഞ്ച് ചെയ്യാം. ഓക്കെ, പക്ഷേങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 14 ദിവസത്തിനുള്ളിൽ നിന്ന് ഹാൻഡിൽ നെയിം ഒറ്റ പ്രാവശ്യം വെക്കാവുള്ളൂ. നിങ്ങൾ മാറ്റി കളിക്കാൻ ആഴ്ച മാറ്റാൻ പറ്റുന്നൊരു സാധനമല്ല ഹാൻഡിൽ നെയിം. മാറ്റരുത് ഒരിക്കലും. ഒറ്റ പ്രാവശ്യം നിങ്ങൾ ഹാൻഡിൽ നെയിം വെക്കാവുള്ളൂ. ഓക്കെ, J4 Tech 312 നമ്മുടെ ഹാൻഡിൽ നെയിം ഇവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, അടുത്തതായിട്ടുള്ള സെറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും എല്ലാ യൂട്യൂബേഴ്സും ചെയ്ത് വെക്കേണ്ട ഒരു സെറ്റിങ്സ് തന്നെയാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ യൂട്യൂബിൻ്റെ അകത്ത് നമ്മൾ എന്താ പറയുക, നമ്മൾ ഓരോ വീഡിയോ അപ്ലോഡ് ആക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ടൈപ്പ് ചെയ്യും. പക്ഷേ ആ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മറന്നു നമ്മൾ ചെയ്തു പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇങ്ങനെ മറന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കുറേ നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും. ആ സെറ്റ് ചെയ്ത് വെക്കുന്നത് എവിടെയാണ്? അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം വീഡിയോ അപ്ലോഡ് ആക്കുമ്പോൾ ഈ ഒരു കാര്യങ്ങൾ എന്താ പറയുക, നമ്മളൊന്നും ചെയ്യാണ്ട് തന്നെ അത് അവിടെ വരും. നമ്മുടെ ഓരോ വീഡിയോൻ്റെയും ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു കാര്യങ്ങൾ കിട്ടും. അതിനുവേണ്ടി നമ്മൾ ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ വന്നേക്കുവാണ് നമ്മുടെ എന്താ പറയുക ചാനലിൻ്റെ ആ സെറ്റിങ്സിനകത്തോട്ട് വന്നേക്കുവാണ്. അപ്പോൾ നമ്മൾ അപ്ലോഡ് ഡിഫോൾട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. കണ്ടോ ഇവിടെ അപ്ലോഡ് ഡിഫോൾട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഫസ്റ്റ് തന്നെ ബേസിക് ഇൻഫോ. ഓക്കെ, ഈ ബേസിക് ഇൻഫോമിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെക്കാനുണ്ട്. അതായത് നിങ്ങളുടെ ടൈറ്റിൽ നമുക്ക് ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ബേസിക് ഇൻഫോമിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ടൈപ്പ് ചെയ്ത് വെക്കാനാവും. കാരണം നിങ്ങളുടെ ഫേസ്ബുക്ക് ചാനലിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കൊടുക്കാനാവും. നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ എന്താ പറയുക ഇൻസ്റ്റാഗ്രാം ഉണ്ടോ, ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കൊടുക്കാനാവും. ബാക്കി നിങ്ങളുടെ ചാനലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതി കൊടുക്കാനാവും. അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും കൊടുക്കാൻ പറ്റുന്നൊരു സെറ്റിങ്സ് ആണ്. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് നമുക്ക് നിർബന്ധമായിട്ടും കൊടുക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾക്ക് അടിയിൽ വിസിബിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണം. ഇത് വിസിബിലിറ്റി എല്ലാവരും ചെയ്ത് വെക്കുന്ന അൺലിസ്റ്റഡ് ആക്കി വെക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ അറിയാണ്ട് നമ്മുടെ വീഡിയോ നമ്മൾ അപ്ലോഡ് ആക്കി പോയി കഴിഞ്ഞാൽ, നമ്മുടെ വീഡിയോ നമ്മൾ അപ്ലോഡ് ആയി പോയി കഴിഞ്ഞാൽ അത് പബ്ലിക് ആയി പോകും. അത് എപ്പോഴും അൺലിസ്റ്റഡ് അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യം. ഓക്കെ, അവിടെ തന്നെ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ ലാംഗ്വേജ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം.
പിന്നെ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് എന്താണോ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ് അത് സെലക്ട് ചെയ്യാം, കാറ്റഗറി അവിടെ സെലക്ട് ചെയ്ത് വെക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഈ ഒരു സംഭവം നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്ത് വെക്കേണ്ട ഒരു സെറ്റിങ്സ് ആണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു, പെട്ടെന്ന് പറഞ്ഞു പോയിട്ടില്ല, ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞതാണ്. അതായത് നമ്മൾ നേരത്തെ എടുത്ത സെറ്റിങ്സിനകത്ത് തന്നെ അപ്ലോഡ് ഡിഫോൾട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അകത്ത് ബേസിക് ഇൻഫോ, ഓക്കെ, ബേസിക് ഇൻഫോ ഡിസ്ക്രിപ്ഷൻ, ഈ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്തു വെക്കേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ ഗൈസ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നിർബന്ധമായിട്ടും ചെയ്തു വെക്കേണ്ട സെറ്റിങ്സ് എന്ന് പറയുന്നത്. ഈ സെറ്റിങ്സ് നിങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനലിന് ഒരുപാട് ഗ്രോത്ത് ഉണ്ടാകും. ഗ്രോത്ത് ഉണ്ടാകുന്ന വെച്ചാൽ വെറുതെ പറയുന്നതല്ല, ഇത് എല്ലാ യൂട്യൂബേഴ്സും ഈ ഒരു സെറ്റിങ്സ് ഒക്കെ യൂട്യൂബ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് വെറുതെ വെച്ചല്ല, യൂട്യൂബിന് വെറുതെ തോന്നുന്ന പോലെ വെറുതെ വെച്ചല്ല. ഈ കീവേഡ്സും ഈ എന്താ പറയുക ഈ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, പിന്നെ എന്താ പറയുക ഈ കാര്യങ്ങളൊക്കെ യൂട്യൂബ് വെറുതെ ഒരിക്കലും കൊണ്ടുപോയി വെച്ചതല്ല. ഇതൊക്കെ നമ്മുടെ ചാനൽ സെർച്ചിങ്ങിൽ വരാനും ഹാൻഡിലായാലും എല്ലാം ഉപകാരമാണ്. നമ്മുടെ ചാനൽ ഇമ്പ്രൂവ് ആകാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഈ കാര്യം. പക്ഷേ ഈ കാര്യങ്ങളൊന്നും ചില ആൾക്കാർ ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ ഇന്ന് തന്നെ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ചെയ്ത ആൾക്കാർ ഒന്നും കൂടെ കയറി ചെക്ക് ചെയ്ത് നോക്കുക, നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ, എൻ്റെ ചാനൽ പ്രോഗ്രസ് ആകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് നിൽക്കുന്ന ആൾക്കാർ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ക്രോം ബ്രൗസർ കയറി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഏതൊരു സാധാരണക്കാരനും അത് വലിയ കാര്യങ്ങളൊന്നും അറിയണമെന്നില്ല, ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന, ജസ്റ്റ് ഇംഗ്ലീഷ് വായിക്കാൻ അറിയുന്ന ആൾക്കാർക്ക് എല്ലാം ഇത് പോയിട്ട് കൂളായിട്ട് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് നാളത്തെ വീഡിയോ കാണുന്നതുവരെ ബൈ.